ഓരോരോ ജില്ലകളിൽ UDF-ന്റെയും LDF-ന്റെയും NDA-യുടെയും ഒക്കെ പ്രതീക്ഷകളും സാധ്യതകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് എറണാകുളം ജില്ലയാണ്. മലപ്പുറം എങ്ങനെയാണോ ലീഗിന് അതുപോലെ തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലവും എറണാകുളം ജില്ലയുള്ളത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഘടകവും കോൺഗ്രസിന് എറണാകുളത്ത് ഒരു സമ്പൂർണ്ണ വിജയം എന്നുള്ളത് തന്നെയാണ്. 14 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ എറണാകുളം ജില്ലയിൽ 2006 ഒഴികെ 2001-ലായാലും 2016-ലായാലും 2021-ലായാലും UDF-ന് വ്യക്തമായ മേൽക്കൈയുള്ള ജില്ല തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം UDF-ന്റെ അതിശക്തമായ മേൽക്കൈയുള്ള ജില്ലയാണ്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ ജില്ല. ആ ജില്ലയിൽ അദ്ദേഹം പറയുന്നത് കാസർഗോഡ് എണ്ണി തുടങ്ങിയാൽ എറണാകുളത്ത് എത്തുമ്പോൾ UDF-ന്റെ 71 സീറ്റ് തികയും എന്നൊക്കെയാണ്. അത് അദ്ദേഹത്തിന്റെ അവകാശവാദം. പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ചോ UDF-ഉം കോൺഗ്രസും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. പക്ഷേ LDF കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി LDF ക്രമാനുഗതമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 2006-ലാണ് LDF-ന്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടായത്. അത് VS തരംഗത്തിൽ അന്ന് VS-നെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ എറണാകുളത്ത് ഉണ്ടായിരുന്നു. പാർട്ടിയിൽ തന്നെ VS-ന് വേണ്ടി വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്ന ഒരു ജില്ല എന്ന നിലയ്ക്കൊക്കെ ആ തവണ LDF-ന് ഒരു വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പോ ശേഷമോ ഒന്നും LDF-ന് പലപ്പോഴും അങ്ങനെ ഒരു മേൽക്കൈ എറണാകുളം ജില്ലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 9 സീറ്റുകൾ വീതം നേടാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. 5 സീറ്റുകൾ 2 തവണയും ഭരണം LDF-നായിരുന്നു എന്ന് ആലോചിക്കണം. ആ 2 തവണ അടക്കം വിജയിച്ച ഒരു ജില്ലയാണ്. നമുക്ക് എറണാകുളം ജില്ലയിൽ UDF ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഉറപ്പ് കാണുന്നത്, ഏതൊക്കെയാണ് സാധ്യത കാണുന്നത്, ഏതൊക്കെയാണ് അവർക്ക് പ്രതീക്ഷയില്ലാത്തത്, അങ്ങനെ 3 മുന്നണികളുടെയും പ്രതീക്ഷകളും സാധ്യതകളും ഉറപ്പില്ലാത്ത മണ്ഡലങ്ങളും വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ആകെ എറണാകുളത്തുള്ളത്. 1 പെരുമ്പാവൂരാണ്, 2 അങ്കമാലി, 3 ആലുവ, 4 കളമശ്ശേരി, 5 പറവൂര്, 6 വൈപ്പിൻ, 7 കൊച്ചി, 8 തൃപ്പൂണിത്തുറ, 9 എറണാകുളം, 10 തൃക്കാക്കര, 11 കുന്നത്തുനാട്, 12 പിറവം, 13 മൂവാറ്റുപുഴ, 14 കോതമംഗലം. ഇതാണ് 14 നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളത്തുള്ളത്. ഇതിന്റെ മുൻകാലത്തെ കണക്കുകൾ കൂടി നോക്കാം. നമുക്ക് 2001-ലെ കണക്ക് നോക്കിയാൽ 2001-ൽ LDF-ന് ഒരൊറ്റ സീറ്റ് മാത്രമാണ്, പെരുമ്പാവൂർ സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അന്ന് ഈ 14-ൽ 13 സീറ്റ് ലഭിച്ചു. 2001 ആലോചിക്കണം. 2001-ൽ AK ആന്റണി മന്ത്രിസഭ വരുമ്പോൾ 99+1 ഒരു കഴക്കൂട്ടത്തെ വിമതനടക്കം 100 സീറ്റുകളോടുകൂടി അധികാരത്തിലെത്തിയ സമയത്ത് എറണാകുളം ആയിരുന്നു ഏറ്റവും കരുത്തോടുകൂടി UDF-നൊപ്പം നിന്നത്. 14-ൽ 13 സീറ്റുകളും UDF ആണ് പിടിച്ചത്. പക്ഷേ UDF-ന് പിന്നീട് ഈ 13 എന്നുള്ള ഒരു വലിയ മെജോറിറ്റി, ഒരു ജില്ലയെ സമ്പൂർണ്ണ ആധിപത്യം എന്നൊക്കെ പറയാവുന്ന പെരുമ്പാവൂർ മാത്രമാണെന്ന് വിട്ടുപോയത്. അന്നേരം ഒരു ആധിപത്യം പിന്നീട് തുടരാനായില്ല. 2006-ലേക്ക് വരുമ്പോൾ 10-4 എന്നതിലേക്ക് വന്നു. 2006-ൽ ഇടതുമുന്നണിക്ക് ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഇടതുമുന്നണിക്ക് എറണാകുളം ജില്ലയിൽ ഉണ്ടായ ഏറ്റവും വലിയ മുന്നേറ്റം 2006-ലെ തെരഞ്ഞെടുപ്പ്. 2006-ൽ 10 സീറ്റ് LDF നേടിയപ്പോൾ 4 സീറ്റ് മാത്രമാണ് UDF-ന് പരവൂരും തൃപ്പൂണിത്തുറയും എറണാകുളവും മട്ടാഞ്ചേരി അങ്ങനെ 4 സീറ്റുകൾ മാത്രമാണ് അന്ന് ലഭിച്ചത്. പറവൂരൊക്കെ വി.ഡി. സതീശന്റെ സീറ്റ് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ K ബാബുവിന്റെ സീറ്റായിരുന്നു, K ബാബുവിനും അന്ന് നിലനിർത്താൻ കഴിഞ്ഞു. മട്ടാഞ്ചേരിയിൽ ലീഗിന്റെ സീറ്റായിരുന്നു, അവരും ആ സീറ്റ് നിലനിർത്തും. അങ്ങനെ 4 സീറ്റുകളിലേക്ക് ചുരുങ്ങി. 2011-ൽ എത്തിയപ്പോഴേക്കും 3-11 എന്ന നിലയ്ക്കായി. LDF-ന് 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്, UDF-ന് ലഭിച്ചത് 11. അന്നും മെച്ചപ്പെട്ട വിജയം തന്നെയായിരുന്നു. UDF-ന്റെ കഷ്ടിച്ച് ഒരു അധികാരത്തിൽ 73 സീറ്റുകളോടുകൂടി അധികാരത്തിൽ വന്ന 2011-ലെ തെരഞ്ഞെടുപ്പ്. അന്നൊരു 11 സീറ്റുകൾ നൽകിക്കൊണ്ട് അന്ന് അവിടെയും UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പെരുമ്പാവൂരും അങ്കമാലിയും വൈപ്പിനും ഈ 3 സീറ്റുകൾ മാത്രമായിരുന്നു അന്ന് LDF-ന് ഉണ്ടായിരുന്നത്. ഇനി 2016-ലെ ചിത്രം. 2016-ലും 9-5 ആണ്, 2021-ലും 9-5 ആണ്. 2016-ൽ ലഭിച്ചത് വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, മൂവാറ്റുപുഴ, കോതമംഗലം ഈ സീറ്റുകളാണ് LDF-ന് ലഭിച്ചത്. 2021-ൽ കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം അങ്ങനെ 5 സീറ്റുകൾ ലഭിക്കുമ്പോഴും UDF-ന് വ്യക്തമായ മേൽക്കൈയുണ്ട്. വി.ഡി. സതീശനെ സംബന്ധിച്ച്, പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അഭിമാനകരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമാന പോരാട്ടം നടക്കുന്ന ജില്ലയാണ് എറണാകുളം. ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം അദ്ദേഹത്തിന് ആ തരത്തിലേക്കുള്ള ഒരു മേൽക്കൈ UDF-ന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു മേൽക്കൈ UDF-ന് എറണാകുളം ജില്ലയിൽ ഉണ്ടായാൽ, എറണാകുളം ജില്ല ബാക്കി ജില്ലകളിലൂടെയൊക്കെ അനുകൂലമായാൽ സ്വാഭാവികമായും ഒരു ഭരണത്തിലേക്ക് എത്താനുള്ള ഭൂരിപക്ഷം ലഭിക്കും. ഇനി എറണാകുളം നഷ്ടപ്പെട്ടാൽ ബാക്കി ഏത് ജില്ല അനുകൂലമായാലും UDF-ന്റെ ഭരണം എന്നുള്ളത് പലപ്പോഴും തുലാസിലാവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം UDF കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയം പ്രതീക്ഷിക്കുന്ന ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. നമുക്കൊന്ന് ഓടിച്ചു പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ചുവപ്പിൽ കാണുന്നതൊക്കെ LDF ജയിച്ച വർഷങ്ങളാണ്. നീലയിൽ കാണുന്നത് UDF-ൻ്റെതാണ്. പെരുമ്പാവൂരിൽ
നേരത്തെ LDF ജയിച്ചുകൊണ്ടിരുന്നതാണ്. 2016-ലും 2021-ലും UDF-ലേക്ക് വരുന്നു. അങ്കമാലിയും UDF ജയിച്ചുകൊണ്ടിരുന്നിടത്ത് LDF-ലേക്ക് വരുന്നു, വീണ്ടും UDF-ലേക്ക് തന്നെ വരുന്നു. ആലുവയിലും LDF-ന് 2006-ൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി വീണ്ടും UDF-ന്റെ മേൽക്കൈയാണ് ആലുവയിലുള്ളത്. കളമശ്ശേരിയിൽ അവസാന തവണ, കളമശ്ശേരിയൊക്കെ രണ്ടാമത് 2011-ൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ 2011-ൽ മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷം രൂപം കൊണ്ട മണ്ഡലമാണ് കളമശ്ശേരി. അവിടെ 2 തവണ UDF ജയിച്ചെങ്കിൽ കഴിഞ്ഞ തവണ P. രാജീവ് അവിടെ LDF പിടിച്ചെടുത്തു. പറവൂർ VD സതീശന്റെ സീറ്റാണ്. അവിടെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് VD സതീശൻ തന്നെയാണ്. ആ മണ്ഡലം നമുക്ക് കാണാം പൂർണ്ണമായും നീല നിറത്തിൽ തന്നെ കിടക്കുകയാണ്. അവിടെ UDF-ന്റെ വ്യക്തമായ മേൽക്കൈയുണ്ട്. ഇത്തവണയും UDF-ന് ആ തരത്തിലേക്ക് ടൈസൺ മാസ്റ്ററെ കൊണ്ടുവന്ന് മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും VD സതീശനെ സംബന്ധിച്ച് അങ്ങനെ സ്വാഭാവികമായും കോൺഗ്രസും ഒന്നാമതായി പ്രതീക്ഷിക്കുന്ന മണ്ഡലം പറവൂർ തന്നെയാണ്. പറവൂരിൽ ആ വിജയം അവർ പ്രതീക്ഷിക്കുന്നു. വൈപ്പിലും പിന്നീട് രൂപം കൊണ്ട മണ്ഡലമാണ്. അവിടെയും LDF-നാണ് മേൽക്കൈയുള്ളത്. വൈപ്പിൽ മണ്ഡലത്തിൽ LDF-ന്റെ മേൽക്കൈയിൽ നിൽക്കുന്നു. അതിനുശേഷം എറണാകുളത്തിലെ കൊച്ചി മണ്ഡലവും രൂപം കൊണ്ടത് 2011-ലാണ്. അവിടെ UDF ആയിരുന്നു. അതിനുശേഷം LDF 2 തവണ അധികാരം പിടിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ ഒറ്റ തവണ മാത്രമാണ് M. സ്വരാജ് K. ബാബുവിനെ പരാജയപ്പെടുത്തിയ ഒരു തവണ മാത്രമാണ് തൃപ്പൂണിത്തുറയിൽ. അവിടെ 2016-ൽ. പക്ഷേ 2021-ൽ K. ബാബു ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. അവിടെ UDF-ന് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ് എറണാകുളം പൂർണ്ണമായും നീലയിൽ തന്നെ എല്ലാ കാലത്തും നിൽക്കുന്ന മണ്ഡലമാണ്. എറണാകുളത്തും UDF-ന് തന്നെയാണ് മേൽക്കൈ. തൃക്കാക്കരയും മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷം രൂപം കൊണ്ട മണ്ഡലമാണ്. അവിടെയും UDF-ന് വ്യക്തമായ മേൽക്കൈ ഉള്ളതാണ്. കുന്നത്തുകാട് UDF-ഉം LDF-ഉം UDF-ഉം വീണ്ടും LDF-ഉം ഒക്കെ വന്ന മണ്ഡലമാണ്. പിറവത്തെ സംബന്ധിച്ച് ഒരിക്കൽ മാത്രമാണ് LDF-ന് വന്നത്. പിറവം വീണ്ടും അനൂപ് ജേക്കബിന്റെ മണ്ഡലം ഒരു തവണ മാത്രമാണ് പരാജയം വന്നത്. പിന്നീട് വീണ്ടും UDF തന്നെ പിടിച്ചു നിൽക്കുന്ന മണ്ഡലമാണ് പിറവം. അങ്ങനെ UDF-ന് മേൽക്കൈ അവകാശപ്പെടാം. മൂവാറ്റുപുഴയിൽ UDF-ഉം LDF-ഉം ഒക്കെ മാറിയും തിരിഞ്ഞും വന്നിട്ടുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ മാത്യു കുഴൽനാടൻ വന്ന് മൂവാറ്റുപുഴ പിടിച്ചെടുക്കുന്നു. അങ്ങനെ മാത്യു കുഴൽനാടൻ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട UDF നിരയിലെ കോൺഗ്രസ് നിരയിലെ മുഖ്യമന്ത്രിക്കൊക്കെ എതിരാളിയായി അല്ലെങ്കിൽ ആ തരത്തിലേക്കൊക്കെ വലിയ മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയ മാത്യു കുഴൽനാടിന്റെ നേതൃത്വത്തിൽ ഈ തവണയും മാത്യു കുഴൽനാട് തന്നെ മത്സരിക്കുന്നത്. കോതമംഗലം സീറ്റ് UDF-ഉം LDF-നും തുല്യമായി അവകാശപ്പെടാം. മട്ടാഞ്ചേരി, ഞാറക്കൽ, പള്ളുരുത്തി, വടക്കേക്കര ഈ 4 മണ്ഡലങ്ങളാണ് മറ്റ് മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഈ മണ്ഡലങ്ങൾ മറ്റു മണ്ഡലങ്ങളുമായി ചേർന്ന് പുതിയ മണ്ഡലങ്ങളാവുന്ന ഈ 4 മണ്ഡലങ്ങൾ ഇല്ലാതെയാവുന്ന മണ്ഡലങ്ങളുടെ ചിത്രം ഏകദേശം 2001-ൽ അത് പൂർണ്ണമായി നമ്മൾ പറഞ്ഞു. 2001 എന്ന് പറഞ്ഞാൽ UDF-ന് ആ തരത്തിലേക്കുള്ള ഒരു വൻപിച്ച വിജയം ഉണ്ടായ 13-1 എന്ന തരത്തിലേക്കുള്ള വിജയം ഉണ്ടായ സ്ഥലമാണ്. ആ സമയത്താണ് അവർക്ക്. പക്ഷേ പിന്നീട് അവിടെ LDF ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു എറണാകുളം ജില്ലയുടെ ഒരു UDF-ന് ആകെ ഒരു പ്രതീക്ഷ നോക്കാം. പറവൂർ, എറണാകുളം, തൃക്കാക്കര, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, പിറവം, മൂവാറ്റുപുഴ ഈ 8 സീറ്റുകൾ ഉറപ്പായും UDF-ന്റെ അക്കൗണ്ടിൽ തന്നെ വരും. അതിന് യാതൊരു സംശയവുമില്ല എന്നാണ് UDF-ഉം കോൺഗ്രസും ഒരുപോലെ കണക്കാക്കുന്നത്. പിന്നെ അവർ സാധ്യത കാണുന്നത് മറ്റ് 6 മണ്ഡലങ്ങളിൽ കൂടി അവർ സാധ്യത കാണുന്നുണ്ട്. ആകെ 14 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങൾ UDF ഉറപ്പ് പറയുമ്പോൾ അവർ 6 മണ്ഡലങ്ങൾ കൂടി അങ്ങനെ 14 മണ്ഡലങ്ങളും അവർ സാധ്യത ഒരു ഭാഗ്യം കൂടി അല്പം ഒരു ഭാഗ്യം കൂടി തുണച്ചാൽ അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ കുന്നത്തുകാടും വൈപ്പിനും കളമശ്ശേരിയും കൊച്ചിയും തൃപ്പൂണിത്തുറയും കോതമംഗലം അടക്കം അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. അവിടെ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എത്ര കുറഞ്ഞാലും 8-ൽ താഴില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വിലയിരുത്തൽ. ഇനി നമുക്ക് CPM-ന്റെയും LDF-ന്റെയും വിലയിരുത്തൽ നോക്കാം. CPM-നും LDF-നും പക്ഷേ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു 14-എന്നോ 10-എന്നോ ഉള്ള ഒരു വലിയ കണക്കുകൂട്ടലൊന്നുമില്ല. അവർ 4 സീറ്റിലാണ് ഉറപ്പ് കാണുന്നത്. കളമശ്ശേരി, വൈപ്പിൻ, കൊച്ചി, കോതമംഗലം ഈ 4 സീറ്റ് അവർ ഉറപ്പായും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുന്നത്താട്, തൃപ്പൂണിത്തുറയും കൂടി ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 6 സീറ്റുകളിലാണ് വിജയം LDF പ്രതീക്ഷിക്കുന്നത്. ഇനി NDA സംബന്ധിച്ച് NDA ഒരു കടുത്ത മത്സരം ഉണ്ടായാൽ ഒരു NDA തരംഗമോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഏതെങ്കിലും ഒരു അട്ടിമറി സാധ്യത ഉണ്ടായാൽ മാത്രം വിജയിക്കാൻ കഴിയും എന്ന് മാത്രം അവരും പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ അവർ പ്രതീക്ഷ വെക്കുന്ന ആകെ 2 മണ്ഡലങ്ങളാണ് ത്രികോണ പോരാട്ടം നടക്കുന്ന കുന്നത്തുകാടും തൃപ്പൂണിത്തുറയും മാത്രമാണ് അങ്ങനെ ഒരു വിദൂര പ്രതീക്ഷയെങ്കിലും. അപ്പോഴും അവരാരും അങ്ങനെ ഉറപ്പ് എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കടുത്ത മത്സരമുണ്ട്. കടുത്ത മത്സരത്തിലൂടെ ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനത്തെ ഒരു മത്സരമാണ് കാണുന്നത് എറണാകുളം ജില്ല. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.